പ്രിയമുള്ളവരെ, BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷാജി ഈപ്പൻ. ഇന്ന് നമ്മുടെ അതിഥി ഒരു കർഷക ബന്ധുവാണ്, ഒരു കർഷക സ്നേഹിയാണ്. ചൂഷണം ചെയ്യപ്പെട്ട് കിടന്ന ഒരു കർഷക സമൂഹത്തിന് ആശ നൽകിയ വ്യക്തിയാണ്, കൈനീട്ടിക്കൊടുത്ത വ്യക്തിയാണ്. കർഷകരോട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞ ആളാണ്. കർഷകരോട് ഇന്ന വഴിക്ക് യാത്ര ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. കർഷകരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ലാളിക്കുന്ന ആളാണ്. അത് മറ്റാരുമല്ല, കണ്ടിരിക്കൽ ശ്രീ ആൻ്റണി സാറാണ്. ശ്രീ ആൻ്റണിയെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. സാറ്, ഈ കൃഷിയോടുള്ള ഒരു താല്പര്യം, ഒരു സ്നേഹം, കർഷകരോടുള്ളൊരു താല്പര്യം, ഇതൊക്കെ ഉണ്ടാകാനുണ്ടായ ഒരു കാരണം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അത് പിൽക്കാലത്ത് വന്നതാണ്. കാരണം സാറിന് അധ്യാപകനായിരുന്നു. ഈ അധ്യാപക വൃത്തിയും കാർഷിക വൃത്തിയും തമ്മിൽ അങ്ങനെ മാച്ച് ചെയ്യുന്ന ഒന്നല്ല. പോവും, പക്ഷേ ഒരു 99% അങ്ങനെയല്ല. പക്ഷേ നല്ലൊരു അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ നല്ലൊരു കർഷകനായി സാറ്. എന്തുകൊണ്ടാണെന്ന് പറയാം? അമ്മയും അമ്മയുടെ കുടുംബവും തികഞ്ഞ കർഷകരായിരുന്നു. ആ കാർഷിക വൃത്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് കൃഷിയോട് താല്പര്യം ജനിപ്പിച്ചത് അമ്മയാണ്. അമ്മ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ കൂട്ടത്തിൽ കൂട്ടുകയും ഓരോ കൃഷി രീതികളും എങ്ങനെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരികയും ചെയ്യിക്കുകയും എന്തിനും മരങ്കേറ്റം പോലും അമ്മയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഇന്നത്തെ അമ്മമാരും കേരള കുട്ടികളെ അനുവദിക്കാത്ത കാലഘട്ടത്തിൽ അന്ന് പ്ലാവിൻ്റെ ഏറ്റവും ഉയരങ്ങളിലുള്ള ചക്ക ഇടാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അതും കൂടി വേണം നമ്മൾ ചെയ്യണം. ആളെ കിട്ടുന്ന പ്രശ്നമൊന്നുമില്ല, നമ്മൾ തന്നെയാണ് ഇടുന്നത്. അതുപോലെ തന്നെ പശുവിനെ കറക്കുക, പശുവിനെ പുല്ല് വെട്ടുക, തൊഴുത്തടിച്ചു വാരുക, ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ അമ്മയോടൊപ്പം കൃത്യമായി ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു താല്പര്യവും ആ താല്പര്യത്തിനിടയിലാണ് അധ്യാപകവൃത്തിയിലേക്ക് പോകുന്നത്. അധ്യാപകവൃത്തിയിൽ വന്നു എന്നുള്ളത് കൊണ്ട് കൃഷി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞേർന്നൊരു വികാരം മാറിപ്പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിരാവിലെ ഉണർന്ന് പറമ്പിൽ പോയി അത്യാവശ്യം ജോലികൾ ചെയ്യുക, പശുവിനെ കറക്കുക, മുന്നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. വൈകുന്നേരം വന്നതിന് ശേഷവും 10 വാഴയുടെയെങ്കിലും തടം തുറക്കുകയോ അല്ലെങ്കിൽ വളരിടുകയോ നനയ്ക്കുകയോ ചെയ്യുന്ന എല്ലാ ദിവസവും അത് കൃത്യമായി ചെയ്തിരുന്നു. അതിനുശേഷം കൃഷിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നേടണമെന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരുമായിട്ടായിരുന്നില്ല അന്ന് കമ്പനി. ഞാൻ 19 വയസ്സിൽ അധ്യാപകനായാണ്. പക്ഷേ എൻ്റെ പ്രായത്തിൽ ഞാൻ അന്ന് സംസാരിച്ചിരുന്ന ആളുകളെല്ലാം എബവ് 50 ആയിരുന്നു. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല കർഷകർ. വൈകുന്നേരങ്ങളിൽ കുളി കഴിഞ്ഞതിന് ശേഷം 7 മണി 7:30 കൂടി ഇവരുടെ വീടുകളിൽ എത്തിച്ചേരുകയും ഈ കൃഷിയിലെ പുതിയ രീതികൾ, പ്രത്യേകിച്ച് ഇഞ്ചി പോലെയുള്ള കൃഷികൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം വരുന്നത് എങ്ങനെയാണ്, വാഴ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, ഇതെല്ലാം അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയും എൻ്റെ അനുഭവങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൃഷി എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. 2001 ഒരു സമാന്തരം എന്ന് വേണ്ടി പറയാം, അല്ലെങ്കിൽ പുതിയതെന്ന് ആ അർത്ഥത്തിന് പറയാം. കാർഷിക മേഖലയിൽ കർഷകർക്ക് വേണ്ടി ഒരു കർഷക ഓപ്പൺ മാർക്കറ്റ്, കാഡ്സ് എന്ന പേരിൽ കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, കാഡ്സ് എന്ന പേരിൽ സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചതിന് ശേഷം 2002 അതിൻ്റെ സർട്ടിഫിക്കേഷൻ പരിപാടി ആരംഭിക്കുന്നത്. ആദ്യം ഈ സർട്ടിഫിക്കറ്റ് എത്ര കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? 2002 2001 ഞങ്ങൾ 7 പേര് കൂടിയാണ് തുടങ്ങുന്നത്. അതിനുശേഷം അന്ന് 500 രൂപയാണ് മെമ്പർഷിപ്പ് ഫീസ്. എൻ്റെ ഇനാഗുറേഷൻ ടൈമിൽ അന്നത്തെ കാർഷിക യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ശ്യാമസുന്ദരൻ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞ് ഇതിൻ്റെ കൺസെപ്റ്റ് നോട്ട് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്ഥാപനം നന്നായി വളരും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോട്ടിംഗ് റൈറ്റിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം. അദ്ദേഹം പറഞ്ഞു, ആദ്യം നിങ്ങളെ വിശ്വസിക്കുന്ന 100 പേർക്ക് മാത്രമേ ഇതിൻ്റെ വോട്ടിംഗ് റൈറ്റ് കൊടുക്കാവുള്ളൂ, ബാക്കിയുള്ള പേര് വേറെ ആരും വേണ്ട, ബാക്കിയുള്ള സപ്പോർട്ടിംഗ് മെമ്പർസ്. അതെ, അങ്ങനെ 100% നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്ന 100 പേർക്ക് ആദ്യം വരുന്ന 100 പേർക്ക്. അതിൻ്റെ അത് ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ 100 പേരെന്ന് പറയുന്ന എല്ലാ തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ബൈലോ ഭേദഗതി ചെയ്തു. അതിൽ ആദ്യത്തെ ആളുകളെ ആക്റ്റീവ് മെമ്പേഴ്സ് എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിന് സപ്പോർട്ടിംഗ് മെമ്പേഴ്സ് എന്നും 100 പേര് 101 സപ്പോർട്ടിംഗ് മെമ്പറായി. അപ്പോൾ അവർക്ക് 100 രൂപ മാത്രമേ അതിൻ്റെ അത് ഫീസുള്ളൂ. ആദ്യത്തെ ആൾക്കാർക്ക് 500 രൂപ ഫീസ്. അങ്ങനെ അത്രയും ചുരുങ്ങിയ ഫീസുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ 35 പേരാണ് ഞങ്ങളെ 500 രൂപ തന്ന് മെമ്പർഷിപ്പ് എടുത്തത്. എന്ന് പറഞ്ഞാൽ 17,500 രൂപയിലാണ് സ്ഥാപനം ആരംഭിച്ചത് ചുരുക്കം.
അവിടെ നിന്ന് തുടങ്ങി ഓലക്കെട്ടത്തിൽ ആരംഭിച്ച് അവിടെയെല്ലാം ശ്രീ പി ജെ സാറിൻ്റെ വലിയ ഇടപെടലുണ്ടായി. തൊടുപുഴയിൽ സ്ഥലമെടുത്ത് തരുന്നതിന്, ഇതിന് ഡിപ്പാർട്ട്മെൻറ്റുകളെ ബന്ധപ്പെടുത്തുന്നതിന് എല്ലാം അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. ആരംഭിച്ച് 1 വർഷം കഴിയുമ്പോൾ ഈ സ്ഥാപനത്തിന് നഷ്ടം 7 ലക്ഷം രൂപയാണ്. അതായത് 2001 കഴിഞ്ഞ് 2002 വരുമ്പോഴേക്കും 7 ലക്ഷം രൂപ നഷ്ടത്തിലാണ്. വലിയ പ്രതിസന്ധി രൂപപ്പെടുന്ന സമയത്താണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗാനിക് കോൺഫറൻസ് ഡൽഹിയിൽ നടക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ സ്പൈസസ് ബോർഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ആ സ്പൈസസ് ബോർഡ് അതിലൊരു ഡെലിഗേറ്റായിട്ട് എന്നെ അയച്ചു. ഞാൻ ഡൽഹി ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഓർഗാനിക് കൃഷിയുടെ സാധ്യതകൾ, അനന്ത സാധ്യതകൾ നമ്മൾ കൃത്യമായി വേർതിരിച്ചത്. അതിനു മുമ്പ് കാർഷിക മേളയിലൂടെ ജോസഫ് സാർ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജൈവ കൃഷി വളരെ സയന്റിഫിക് ആയിട്ട് ശരിക്കും ആധികാരികമായി പഠിക്കുന്നത് ഡൽഹി വെച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗാനിക് കോൺഫറൻസാണ്. കേരളത്തിൽ നിന്ന് ആകെ 5 പേരുള്ളൂ, അതിലൊരാളാണ്. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ജോസഫ് സാർ ഞങ്ങളുടെ ഭരണസമിതിയൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് തൊടുപുഴയിൽ തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചു. 125 കർഷകരെ ഓർഗാനിക് സർട്ടിഫിക്കേഷനിലേക്ക് ആവശ്യം കൊണ്ടുവന്നു. 2002 125 കർഷകർ വന്നു സർട്ടിഫിക്കേഷൻ. അതിനുശേഷം അതും കൂടി വിപുലീകരിച്ചിട്ട് 10,000 പേരായി. 10,000-ഓളം പേരെ ജില്ലയുടെ 34 പഞ്ചായത്തുകളിൽ ഗ്രൂപ്പുകളുണ്ടാക്കി. അതൊക്കെ ഒരു പറഞ്ഞാൽ ഇന്ന് നമ്മൾ അത്ഭുതത്തോടുകൂടി പക്ഷേ എങ്ങനെ ഇത്രയും ആളുകളെ നമുക്ക് ഇതിൻ്റെ ആകർഷിക്കാൻ 10,000 പേര് വരിക എന്ന് പറയുന്നത് അതൊരു വളരെ അത്ഭുതമാണ്. ഒരു ഡൈനാമിക് സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഈ ഓർഗാനിക്കിൻ്റെ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും നമ്മുടെ അടുത്ത് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും നമുക്ക് ഈ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ 2007 ആയപ്പോഴേക്കും 600-ഓളം കർഷകർ ഓർഗാനിക് സർട്ടിഫൈഡ് ഫാർമേഴ്സായി. സർട്ടിഫിക്കറ്റുള്ള ഫാർമേഴ്സ് 600 പേര്. അപ്പോൾ ഈ 600 പേരിൽ ഏറ്റവും മെയിൻ, അതായത് ഈ 5 വർഷം കൊണ്ട് 2002 to 2007 അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയായി വന്നപ്പോഴത്തേക്കും 2007 ആയി. കാരണം 3 വർഷം. ഒരു കാര്യം 2002 ISRO ചെയർമാൻ കസ്തൂരി രംഗൻ ഈ ഓപ്പൺ കർഷക മാർക്കറ്റ് സന്ദർശിക്കാൻ തൊഴിലുകൾ ശരിയല്ലേ? അദ്ദേഹം വലിയൊരു പിന്തുണ എന്ന് പറഞ്ഞാൽ പുള്ളി അദ്ദേഹം സന്ദർശക ഡയറിയിൽ എഴുതിയ വാക്കുകൾ മാത്രം മതി, ഭയങ്കരമായിട്ട് ആവേശം ഉണ്ടാക്കും. ആ സംഭവം പറയാം. അത് കുളമാവിലുള്ള പി ജെ സാറിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹം വന്നതാണ്. വന്ന വഴിക്ക് ജോസ് സാർ തന്നെ പറഞ്ഞിട്ടാണ് അദ്ദേഹം കാർഡ്സ് അവിചാരിതമായിട്ടാണ്, ഞങ്ങൾ വെറുതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ക്ഷണിച്ചു വരുത്തിയതല്ല, അല്ലല്ല, പെട്ടെന്ന് വന്ന് കമാൻഡോസ് വന്ന് അവിടെ എല്ലാം കീഴടക്കുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി, ഇതെന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം VIP ആണ്. പെട്ടെന്ന് അദ്ദേഹം വന്നിറങ്ങി മാർക്കറ്റ് കണ്ടു. അപ്പോൾ അന്ന് ഗ്രാമീണ ഭക്ഷ്യശാലയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ചക്കപ്പഴവും തേനും കൊടുത്തു. അത് അദ്ദേഹം കൊണ്ട് ആസ്വാദ്യതയോടുകൂടി കഴിച്ചതിന് ശേഷം അദ്ദേഹം ആ ഡയറിയിൽ എഴുതിയ ആദ്യത്തെ വാചകം തന്നെ വാട്ട് എ വണ്ടർഫുൾ ഐഡിയ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇന്നൊവേറ്റീവായിട്ടുള്ള ഈ ഒരു ഇതിനെ പ്രോജക്റ്റിനെ, കാരണം അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കരട് അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഡയറിയിൽ അങ്ങനെ എഴുതി ഇത് ഹൈലി സക്സസ് ആയിട്ട് മാറും എന്നുള്ള ആശംസ ഒരു പ്രവചനം അദ്ദേഹം നടത്തി. അതൊരു ആവശ്യമാണ്, അതൊരു ഭയങ്കരമായിട്ടുള്ള അത് സത്യത്തിൽ അതൊരു അക്ഷരം പ്രതി അത് ശരിയായി. ഇപ്പോഴാണ് കേട്ടോ, അന്നത്തെ ഘട്ടത്തിൽ നമ്മൾ എന്നാൽ പോലും അങ്ങനെ വലിയൊരാള് ഇതിനെ കണ്ട് ഉള്ളിത്തട്ടി ഒരു കാര്യം പറയാന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യം ഉണ്ടാക്കുന്ന 2002 നമ്മുടെ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഏലകേന്ദ്രം, ഓപ്പൺ കർഷക മാർക്കറ്റിംഗ്. രണ്ടാമത് ഗ്രാമീണ ഭക്ഷണശാല. ഈ 2 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം, അതായത് ലേലകേന്ദ്രത്തിലെ ഒരു കർഷകൻ അന്ന് വരെ അവൻ്റെ ഒരു പ്രൊഡക്റ്റിന് വാഴക്കൊലയായാലും കപ്പയായാലും ചേനയായാലും ചേമ്പായാലും എന്ത് വില കിട്ടും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ലേലം നടത്തി അവന് ഒരു വില നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തു എന്നുള്ളതാണ് ലേലകേന്ദ്രത്തിൻ്റെ കാര്യം. ഈ 2 സംഭവം എന്ന് പറയും. ഒന്ന് ഗ്രാമീണ ഭക്ഷണശാല, 2 ലേലകേന്ദ്രം. അതൊന്ന് പറയുന്നു. ഈ ലേലകേന്ദ്രത്തിൻ്റെ പ്രത്യേകത, അന്ന് ലേലകേന്ദ്രങ്ങളൊന്നും ഗവൺമെൻറ് തലത്തിൽ VPCക്കൊന്നും ഇല്ല. അപ്പോൾ ഇത് ഒരു ചൂഷണത്തിൽ നിന്ന് കർഷകനെ മോചിപ്പിക്കണമെങ്കിൽ വില നിശ്ചയിക്കാനുള്ള അവകാശം കർഷകനുണ്ട് എന്നുള്ള കാഴ്ചപ്പാട്, അത് ഇതെല്ലാം ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ സംവിധാനവും അതിന് പിന്നിലൊരു ഐഡിയോളജിയുണ്ട്. ഇപ്പോൾ ലേലകേന്ദ്രം വരുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ടുള്ള ലേലമാണ്. അവിടെ വില എന്താണെന്ന് കൃഷിക്കാരൻ കൃത്യമായിട്ട് അറിയുന്നു. അതിൻ്റെ വെറും 5% മാത്രം ഗാഡ്സിന് കൊടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായ വില കിട്ടുന്ന ഒരു സംവിധാനമാണ്. ആദ്യത്തെ ലേലത്തിന് വന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നത് 20 ടൺ ഏത്തക്കൊലയാണ് വന്നത്. ലേലകേന്ദ്രത്തിൽ ഉദ്ഘാടന ദിവസം 20 ടൺ ഏത്തക്കൊല വന്നു. ഞങ്ങളുടെ ധാരണ ഇരുന്നത്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രക്രിയ തുടങ്ങുന്നത്. ഈ കച്ചവടക്കാരെല്ലാം വന്ന് ലേലം ചെയ്ത് കൊണ്ടുപോകും. അന്ന് ഏത്തക്കായുടെ വില 7 രൂപയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകും എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ലേലത്തിന് തുടങ്ങി. ലേലം ഞങ്ങൾ ലേലം വിളിച്ചു, ആരും വിളിച്ചില്ല.
ഈ 20 ടൺ ഏത്തക്കയിൽ ഒരു കാ പോലും വിൽക്കാതെ അതവിടെ അവശേഷിച്ചു. തൊഴിലാളികൾ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഞങ്ങൾ ഇത് മേടിച്ചിരുന്നു. അപ്പോൾ എറണാകുളം വിളിച്ചു, എറണാകുളം മാർക്കറ്റിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവരെ, ആര് കയറ്റും? അപ്പോൾ അന്നത്തെ ഭരണസമിതിയുടെ ഞങ്ങൾ തന്നെ കയറ്റിയിട്ട് തൊഴിലാളികൾ സഹകരിച്ചില്ല. അത് കയറ്റി 2 വണ്ടിക്ക് കയറ്റി പിന്നെയാണ് 20 ടൺ ഏത്തക്കൊലയുമായിട്ട് ഞങ്ങൾ എറണാകുളം മാർക്കറ്റിൽ ചെന്നത്. ഞങ്ങൾ എറണാകുളം മാർക്കറ്റിൽ ചെന്നത് ഞങ്ങൾക്കറിയില്ല അന്ന് ഇത് വെളുപ്പിനെ 4 മണിക്കാണ് ഈ കച്ചവടം നടക്കുന്നത്. ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ടിട്ട് ഞങ്ങൾ വണ്ടി കിടന്ന് ഉറങ്ങി. നേരം വെളുത്തിട്ടാണല്ലോ കച്ചവടം. 5 മണിയായപ്പോൾ ഒരാൾ വന്ന് ചില്ലിൽ മുട്ടി, നിങ്ങൾ ഏത്തക്ക വിൽക്കാമെന്നാണ് കയറ്റിയിടൂ, ഇവിടെ ഉടനെ തന്നെ കച്ചവടം നടക്കുന്നത്. ഞങ്ങൾ കയറ്റിയിട്ടു. ആ ഒരൊറ്റ കച്ചവടത്തിൽ തന്നെ അന്ന് 20,000 രൂപ പോയി. 20,000 നഷ്ടമാണ്, കയ്യിൽ നിന്ന് പോയി. ലേലകേന്ദ്ര ഉദ്ഘാടനത്തിൽ വന്ന ഏത്തക്കൊലയിലെ അപ്പോൾ തന്നെ നഷ്ടത്തിൽ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ നിരവധി പരാജയങ്ങളിലൂടെയാണ് നമ്മൾ സ്ഫുടം ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുള്ള മറുമരുന്നുകളെല്ലാം കണ്ടെത്തി ആ നഷ്ടമെല്ലാം പരിഹരിച്ച് അതിൽ ഏറ്റവും അഭിവാദ്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അന്നത്തെ കർഷകരെയാണ്. ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവർ യാതൊരു പതർച്ചയും കാണിക്കാതെ കാർഡ്സിനോടൊപ്പം നിന്നു. കാരണം ഇവരുടെ തെറ്റുകൊണ്ടല്ല, ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവർ ഇതിനെതിരായിട്ടുണ്ട്. അന്നത്തെ വ്യാപാരി വ്യവസായികൾ കച്ചവടക്കാരൊക്കെ കാർഡ്സിനെതിരായിരുന്നു. ഇന്നും എതിരാണല്ലോ? അങ്ങനെയാണ്. ഇല്ല. അവർക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുണ്ടായി. ഇവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് എതിരാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ ഞങ്ങൾക്കെതിരല്ല, പക്ഷേ ഞങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങൾക്കെതിരായിട്ടില്ല എന്ന്. അപ്പോൾ ഒരു വില നിശ്ചയിക്കാനുള്ള അവകാശം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇത്രയും വർഷമാകുമ്പോഴും ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാൻ, ഉൽപ്പാദകന് വില നിശ്ചയിക്കാൻ കഴിയാത്ത ഏക മേഖല കാർഷിക മേഖലയാണ്. ബാക്കി ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അവിടെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുന്ന ഉൽപ്പാദകനാണ്. ഇവിടെ കാർഷിക മേഖലയിൽ വാങ്ങുന്നവനാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം വരുന്നത് ആദ്യമായിട്ടാണ്. അതിനൊരു മാറ്റം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാവും. പക്ഷേ ഈ എതിർപ്പുകളെല്ലാം നമ്മൾ അതിജീവിക്കാൻ നമുക്ക് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും പൂർണ്ണമായി പിന്തുണയുണ്ടായി. രണ്ടാമത്തത് ഗ്രാമീണ ഭക്ഷണശാലയാണ്. അതൊരു ഹോട്ടൽ വ്യവസായ രംഗത്ത് ഒരു എന്താ പറയുന്ന വിപ്ലവമായിരുന്നു. അതിനെക്കുറിച്ച് പറയാം. അത് ഹോട്ടലുകളിൽ നമ്മൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ചപ്പാത്തിയും പൊറോട്ടയും, അതായത് ഗോതമ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ആധിക്യം തള്ളിക്കയറ്റമുള്ള സമയത്തായി തുടങ്ങുന്നത്. അപ്പോൾ നെല്ല്, അരി ആഹാരങ്ങൾ, അരി, പുട്ട്, അപ്പം, ദോശ അതൊക്കെ അന്ന് താന്നു നിൽക്കുകയാണ്. എല്ലാവർക്കും പൊറോട്ട മതി. അപ്പോൾ തനതായിട്ടുള്ള കേരളത്തിൻ്റെ നെല്ല് അല്ലെങ്കിൽ അരി ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളുടെ കുറവിനെ പരിഹരിക്കാനും നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിലൂടെ ജലസംഭരണം സാധ്യമാക്കാനും അങ്ങനെ വലിയ ഒരു സാമൂഹ്യ മാറ്റത്തിന് വിധേയമാവുന്നൊരു കാര്യമാണ് ഈ ഗ്രാമീണ ഭക്ഷണശാല. പേര് ചെറുതാണെങ്കിൽ അതിൻ്റെ ആശയം വളരെ ഇത് ജനം ഭയങ്കരമായി 2 കൈ നീട്ടി സ്വീകരിച്ചു. പിടിയും കോഴിക്കറിയും കഴിക്കാൻ വേണ്ടി 10-20 കിലോമീറ്റർ അകലെ ഓട്ടോറിക്ഷ വിളിച്ച ആളുകൾ വരുമായിരുന്നു. തൊടുപുഴയിൽ വരുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഗ്രാമീണ ഭക്ഷണശാലയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. അതുപോലെ കള്ളപ്പം, ചിരട്ടപ്പുട്ട്, ഇറച്ചിപ്പുട്ട്, ഇല്ലിപ്പുട്ട്, അങ്ങനെ വ്യത്യസ്തമായി നമ്മുടെ ഗ്രാമീണ തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറികളെല്ലാം ചക്കൂര് മാങ്ങി ആ രീതിയിലുള്ള കറികളായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു ഗ്രഹാതുരത്വത്തെ തിരികെ കൊണ്ടുവരിക, അവൻ്റെ തലച്ചോറിൽ അടങ്ങിക്കിടക്കുന്ന ആ പഴയ പറ്റിയുള്ള ആശങ്കകൾ മാറ്റി ആ കൊതി, ആ ഭക്ഷണത്തോടുള്ള താല്പര്യം. ഇപ്പം വറുത്തരച്ച് വെച്ച കറികൾ ഭയങ്കര താല്പര്യമാണ്. ചട്ടപ്പത്തിന് വലിയ പ്രത്യേക രുചിയുണ്ടല്ലോ. അത് ഗ്രാമീണ ഭക്ഷണശാലയിലാണ്. 2004 വളരെ വിലയിൽ താഴെ കിടന്നിരുന്ന ഒരു കർഷക ജനവിഭാഗമാണ് വാനില എന്ന് പറയുന്നത്. സ്പൈസസ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി 2004 വാനില ട്രേഡ് മീറ്റ് നടത്തി. അത് വലിയ കുതിപ്പുണ്ടാക്കി. അത് വാനില വിലയിൽ സ്പൈസസ് ബോർഡിൻ്റെ എന്തെല്ലാം സഹായമാണ് വാസ്തവത്തിൽ വാനില കർഷകർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ കാർഡ്സിന് കിട്ടിയത്? സ്പൈസസ് ബോർഡ് അതിൻ്റെ അത് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ ഒരു സ്റ്റേറ്റ് ലെവൽ മീറ്റാണ് അന്ന്. കാഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഒരു സ്റ്റേറ്റ് ലെവൽ മീറ്റ് ഒന്നും സംഘടിപ്പിക്കാനുള്ള പ്രാപ്തിയോ അതൊന്നും കപ്പാസിറ്റി എന്നുള്ള കാലമല്ല. പക്ഷേ അന്നത്തെ ജോസ് IAS, TJ ജോസ് IAS, അദ്ദേഹമാണ് സ്പൈസ് ബോർഡ് ചെയർമാൻ. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ. നമ്മുടെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റിന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, അദ്ദേഹം തന്നെ നേരിട്ട് വരും. അന്ന് സ്പൈസ് ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്ന ആളില്ല. അപ്പോൾ അദ്ദേഹം തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ എഫേർട്ട്, സ്പൈസ് ബോർഡിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥരെ ഇതിനു വേണ്ടിയിട്ട് ഇത് വെച്ചു. ഞങ്ങൾ പ്രോഗ്രാം അനൗൺസ് ചെയ്തു, മീഡിയ ഭയങ്കരമായി കവറേജ് കൊടുത്തു. ഇതെവിടെ EAP ഹാൾ, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പ്രതിനിധികൾ അതിനകത്ത് 2 ദിവസം ഗൗരവതരമായ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യം അന്ന് വന്നത് 1000 രൂപയിൽ കൂടുതൽ വാനിലയ്ക്ക് വില വരുന്നത് അപകടകരമാണ് എന്നൊരു മെസ്സേജ് ആ ട്രീറ്റ്മെൻറ്റിൽ വന്നു.
എത്ര വരെ വന്നിരുന്നു അക്കാലത്ത്? 4000 per kg. പക്ഷേ കർഷകർ വളരെ പെട്ടെന്ന് അസ്വസ്ഥരായി. എന്തുകൊണ്ട് അങ്ങനെ ചർച്ച അങ്ങനെ കൊണ്ടുപോകുന്നു? ഇതിൻ്റെ പിന്നിൽ വ്യാപാരികളുടെ സ്പൈസ് ബോർഡിൻ്റെയൊക്കെ ചില സ്വാർത്ഥ താല്പര്യങ്ങളില്ലേ എന്ന് ജോസ് ആറാഞ്ചേരിയെ പോലുള്ള ആളുകളൊക്കെ എന്ന് സംശയങ്ങൾ ഉന്നയിച്ചു. പക്ഷെ ഞാനപ്പോൾ വ്യക്തമായി പറഞ്ഞു, ഇത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കി മഡഗാസ്കറിൽ ഉണ്ടായ കൃഷിനാശവും അതിനെ തുടർന്നുണ്ടായ വിലവർദ്ധനവും ഈ കൃഷിക്ക് ഇതിൻ്റെ സാധ്യതകളെന്ന് പറയുന്നതിൻ്റെ, അതായത് കൺസ്യൂമേഴ്സ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 4000 വന്നപ്പോൾ അതിൽ മുകളിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുടക്കുമുതൽ, അതിന് വേണ്ടിയിട്ടുള്ള എഫർട്ട്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഇതെല്ലാം കൂടെ പരിഗണിച്ച് വരുമ്പോൾ ഒരു കെ ജിക്ക് എത്ര വേണം? 1000 രൂപയ്ക്ക് വില പാടില്ല. 1000 രൂപ മേലേക്ക് കുതിക്കുന്നത് അപകടകരമാണ് അല്ലേ? അതിനുശേഷം അത് ആ ഒരു മോഹം ഉള്ളിൽ വെച്ചു, വ്യാപകമായി കൃഷി വികസിച്ചു, പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ലാസ്റ്റ് വാനിലാരും എടുക്കാനില്ലാത്ത സാഹചര്യം, അതുപോലെ താഴെ പോയി. അപ്പോൾ നമ്മളൊരു ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുമ്പോൾ കർഷകൻ തന്നെ സ്വയം തീരുമാനിക്കണം. എനിക്ക് കിട്ടേണ്ട വിലയെ സംബന്ധിച്ച് ആധികാരികമായി അവനൊരു ധാരണ ഉണ്ടാവണം. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരെ മുന്നോട്ട് നയിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് നിലനിൽക്കുമെന്നും അല്ലേ? അത് നിലനിൽക്കും. 2006 കൊക്കോ കർഷകർക്ക് കാർഡ്സ് കൈനീട്ടി കൊടുക്കുന്നത്. എങ്ങനെ? സ്വിറ്റ്സർലൻഡിലെ ചോക്ലേറ്റ് സ്റ്റെല്ല കമ്പനിയുമായി ധാരണ കയറ്റുമതി ചെയ്യപ്പെടുന്നു. രണ്ടാമത് കൊക്കോയിൽ ഇറ്റലിയിൽ നിന്നൊരു സായിപ്പ് ലൂക്ക കേരളത്തിൽ വരികയും ഈ കാർഡ്സിൻ്റെ നിങ്ങളുമായിട്ട് സംസാരിക്കുകയും കാർഡ്സിൻ്റെ സംഗതികളെല്ലാം കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നു. കൊക്കോ സംഭരണം, കൊക്കോ സംസ്കരണം, കൊക്കോ കയറ്റുമതി, ഈ 3 മേഖലയിൽ ഇപ്പോഴും ആ ലൂക്ക എന്ന് പറയുന്ന സായിപ്പ് സജീവമായിട്ട് നിൽക്കുന്നു. അത് കൊക്കോ എന്ന് പറയുന്ന ആ ഉൽപ്പന്നത്തിന് വലിയ വിലക്കയറ്റം, വലിയ വില ഉണ്ടാക്കി കൊടുത്തു. അതിനെക്കുറിച്ച് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് 200 രൂപ വിലയുള്ളപ്പോൾ, ഞാൻ താല്പര്യപ്പെടുത്തി പറയാണ്, 200 രൂപ വിലയുള്ളപ്പോൾ 1 കിലോ കൊക്കോ പൗഡറിന് 1000 രൂപയും 1 കിലോ കൊക്കോ ബട്ടറിന് 2000 രൂപ വിലയുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കിലോ ഉണങ്ങിയ കൊക്കോ 200 രൂപ വിലയുള്ള സാധനം പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 300 ഗ്രാം ബട്ടർ കിട്ടും. 2000 രൂപ വില വെച്ച് 600 രൂപ കിട്ടും. 1000 രൂപ വില വെച്ച് 600 ഗ്രാം പൗഡർ കിട്ടും. 600 രൂപ അതിനും കിട്ടും. എന്ന് പറഞ്ഞാൽ 1200 രൂപ 1 കിലോ 200 രൂപയുടെ കൊക്കോയിൽ നിന്ന് 1200 രൂപ കിട്ടുന്ന ഒരു മാജിക് മാജിക്കാണ്. അത് പ്രാവർത്തികമാക്കി വൻകിട കമ്പനികൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇവർ ഇങ്ങനെ അണ്ണാനെ ഓടിച്ച് ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന് ഇത്രയും വാല്യൂ ഉണ്ട് എന്ന് തിരിച്ചറിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാർഡ്സിൻ്റെ അതിൻ്റെ മാസ്റ്റർ പോയിന്റ്. ഞാൻ ചോദിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ വേണ്ടതൊരു അവയർനെസ്സാണ് ശരിക്കും കർഷകർക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്. എന്താണ് ജൈവ കൃഷി വ്യാപനത്തിൻ്റെ പ്രത്യേകത? എന്താണ്, എന്ത് കൃഷി എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് രീതി ചെയ്യണം എന്ന ഒരു ബോധം ഉണ്ടാക്കാൻ 2002 പുതുമഴ എന്ന് പറഞ്ഞൊരു മാസിക ആരംഭിച്ചു. അതുകൂടാതെ ഒരുപാട് സെമിനാറുകളിൽ കാർഡ്സ് രാജ്യത്തിനകത്ത് പുറത്തു പോയിട്ടുണ്ടോ? ഇന്ത്യക്ക് രാജ്യത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോയിട്ടുണ്ട്. ആ അനുഭവം ഒന്ന് പറയാമോ? ഈ മാസിക തുടങ്ങുന്നത് ശ്രീ AM സതീഷ് കുമാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഡയറക്ടറുണ്ട്. അദ്ദേഹം മലയാളം MA കാരനാണ്. അദ്ദേഹം ഇതുമായിട്ട് സഹകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്കൊരു മാസിക തുടങ്ങാം. ഞാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മാസിക പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല ആർട്ടിക്കിളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ വന്ന ആർട്ടിക്കിളെല്ലാം ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുത്താൽ ആ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലെയും കർഷകരെ ഉൾപ്പെടുത്തി അവരെക്കുറിച്ചുള്ള ഫീച്ചറുകളും അതിലുള്ള അറിവുകളുമാണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുക. അതായത് പച്ചക്കറി, പഴം, പാല്, മുട്ട, ഇറച്ചി, മീൻ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, തേൻ അടക്കം. അപ്പോൾ ഇത് ആളുകൾക്ക് വളരെ ഇമ്പ്രസീവായി വരുന്നുണ്ട് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അംഗീകാരമായി നമുക്ക് കിട്ടിയത് ഈ കാർഷിക മാസികകളുടെ എഡിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഒരിക്കൽ കോട്ടയത്ത് വെച്ച് നടക്കുകയാണ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ മലയാള മനോരമ കർഷകശ്രീയുടെ എഡിറ്റർ ശ്രീ തിരുമുൽപ്പാട് പട്ടതിരിപ്പാടാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടാനായിട്ട് വന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ചെറിയ മാസികയുടെ എഡിറ്ററാണ്, ചീഫ് എഡിറ്ററാണ്. ചെറിയ മാസിക അതേതാണ്? പുതുമഴ. അദ്ദേഹം ഉടനെ എൻ്റെ 2 കൈയിലും കൂടെ പൊതിഞ്ഞു പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. ആ മാസിക ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന മാസിക. ആരാണ് ഇതിൻ്റെ അകത്ത് ജേർണലിസം പഠിച്ചത്? ഞങ്ങളാരും പഠിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ അറിവുകൾ അതൊരു പ്രത്യേക കോഴ്സ് പാസ്സായിട്ടോ ഒന്നുമല്ല, അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഇപ്പോഴും ഇറങ്ങുന്നുണ്ടോ? ഇപ്പോൾ അത് നിന്നുപോയി. പിന്നീട് പരസ്യം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നു. പിന്നെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി ഒട്ടേറെ പ്രതിസന്ധികൾ. അത് ഒരുപാട് കാര്യങ്ങൾ ജനത്തെ ബോധവൽക്കരിച്ചു അല്ലേ? തീർച്ചയായിട്ടും. ആ മാസിക കാത്തിരുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്, ഇപ്പോഴും അത് അന്വേഷിക്കുന്നവരുണ്ട്. വീണ്ടും ഇനിയിപ്പോൾ പുതിയ ഇത് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടികളിൽ തന്നെ ഈ ജൈവ കൃഷിയെക്കുറിച്ചും എന്താണ് കൃഷി എന്നൊക്കെ ബോധമുണ്ടാക്കി കൊടുക്കണം.
അതൊരു പച്ചക്കുടുക്ക എന്ന് പറയുന്നൊരു പദ്ധതി അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു അതൊന്ന് പറഞ്ഞു. പച്ചക്കുടുക്ക. പച്ച എന്ന് പറഞ്ഞാൽ കൃഷിയും കുടുക്ക എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്. അപ്പോൾ കുട്ടികളുടെ കാർഷിക ആഭിമുഖ്യം വളർത്തുകയും അതോടൊപ്പം തന്നെ പാഴായി പോകുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യലാണ് അതിൻ്റെ മെയിനായിട്ട്. പിന്നെ സമ്പാദ്യശീലം വളർത്തുക, അതിലൂടെ സ്വയം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് അവൻ്റെ വിദ്യാർത്ഥി ജീവിതത്തെ പൂർണ്ണതയിലെത്തിക്കുക. അപ്പോൾ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയാണ് പദ്ധതി. വീട്ടിൽ വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ ചാമ്പങ്ങ, വാഴപ്പിണ്ടി, വാഴച്ചുണ്ട്, ഇരുമ്പുളി, വാളംപുളി, അതല്ലെങ്കിൽ പുളിയില, മത്തയില, ചീരയില, കറിവേപ്പില, മുരിങ്ങയില, ഇങ്ങനെ അതായത് മാർക്കറ്റിൽ വിൽപ്പനയില്ലാത്ത സാധനങ്ങളാണ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കുട്ടി ഒരു ദിവസം കൊണ്ടുവരാവുന്ന പച്ചക്കറിയുടെ അളവെന്ന് പറയുന്നത് 100 രൂപയാണ്, കൂടുതലില്ല. അപ്പോൾ 35 രൂപ 1 കിലോ കറിവേപ്പിലയ്ക്ക് വില കൊടുക്കും. ആ 3 കിലോ കറിവേപ്പില കൊണ്ടുവന്നാൽ 105 രൂപ വില കിട്ടും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് 4 ആഴ്ച കൊണ്ട് 400 രൂപ, 10 മാസം കൊണ്ട് 4000 രൂപ. ഈ പൈസ ഓരോ ദിവസത്തെയും പൈസ കൈ കൊടുക്കാതെ അത് നേരെ അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കോ പൈസ അപ്പം കൊടുക്കും. വർഷാവസാനമാണ് ഈ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് 4500 കിട്ടും, ചിലപ്പോൾ 20,000 കിട്ടും. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ടോപ്പ് 24,500 രൂപയായിരുന്നു. അത് ശരി. അത് വർഷാവസാനം എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് അവന് ക്ലാസ് കൊടുക്കും. നമ്മൾ കൃത്യമായ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ ഈ പണം കൊണ്ട് വേണം നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ നിങ്ങളുടെ ഡ്രസ് മെറ്റീരിയലും അക്കാഡമിക് മെറ്റീരിയലും വാങ്ങാൻ. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 6ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടും അവൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പും അവൻ്റെ പേനയും പെൻസിലും എല്ലാം അവൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കൂട്ടുകാരുടെ മുന്നിൽ വളരെ ആവേശത്തോടുകൂടി പറയും, എടാ ഇത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്. ആ ഒരു അഭിമാനബോധം. അപ്പോൾ കൃഷി ലാഭകരമാണെന്നും കൃഷിയിലൂടെ ഒരു കുട്ടിക്ക് പൂർണ്ണതയിൽ എത്താൻ കഴിയും, 10ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് പച്ചക്കുടുക്കയിലൂടെ നമ്മൾ കൊടുത്തത്. അത് ഭയങ്കര മാറ്റം ഉണ്ടാക്കി. ആദ്യത്തെ വർഷം ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തത് 14 ലക്ഷം രൂപയാണ്. അത് ശരി. അത്രയും 20 സ്കൂളുകൾ നടപ്പാക്കി. അപ്പോൾ ഇതൊരു വേറൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, കാരണം ഡൽഹിയിൽ നിന്ന് വരെ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇവിടെ ആളുകൾ വന്നു. എല്ലാ മീഡിയ ഇതിന് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഇത് ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ കാർഷിക മേഖലയിൽ പുതിയ തലമുറയെ സന്നിവേശിപ്പിക്കാൻ, അവരെ ഇൻസ്പിറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഐഡിയയാണ് സ്കൂളുകൾ നടപ്പാക്കുന്നത്. പച്ചക്കുടുക്ക ഇന്നുവരെ കമൻ്റ് ഉണ്ടായി. കോഴി വളർത്തൽ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, ആട് വളർത്തൽ പ്രധാനപ്പെട്ട മേഖലയാണ്, മത്സ്യകൃഷി ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ആ രീതിയിലുള്ള പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ കാർഡ്സ് പലവട്ടം ചെയ്തിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോടെന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴി വളർത്തൽ തന്നെയാണ്. അതായത് നമ്മുടെ വീടുകളിൽ സ്ത്രീകൾ വെറുതെ ഇരിക്കുമ്പോൾ വേസ്റ്റായി പോകുന്ന ഭക്ഷണം മാത്രം മതി 5 കോഴിയെ വളർത്താൻ. അപ്പോൾ ഞങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങൾ 5 കോഴിയെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നല്ല കോഴിയെ നമ്മൾ തന്നെ കൊടുക്കും, കോഴി കുഞ്ഞുങ്ങൾ നമ്മൾ തന്നെ സപ്ലൈ ചെയ്യും. അതിൽ നിന്നുണ്ടാകുന്ന കോഴിമുട്ട നമ്മൾ തിരിച്ചെടുക്കും. അതാണ് അതിനകത്ത് പ്രത്യേകത. കോഴിയെ തിരിച്ചെടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ഇൻപുട്ട് കർഷകരിലേക്ക് കൊടുക്കുന്നു അതെല്ലാം തിരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ചെടുക്കണം. അല്ലാതെ വെറുതെ സെമിനാർ നടത്തി ആളുകളെ കൊതിപ്പിച്ചിട്ട് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എത്ര ലക്ഷം കോഴിക്കുഞ്ഞാണ് കൊടുത്താൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ കോഴിമുട്ടയ്ക്ക് 3 രൂപ വിലയുള്ളപ്പോഴും നമ്മൾ നാടൻ കോഴിമുട്ട 4 രൂപ കൊടുത്തു. 4 രൂപ 50 പൈസയ്ക്ക് പബ്ലിക്കിന് കൊടുത്തു. അപ്പോൾ ജല്ലി ചോദിക്കുക, എന്താണ് വില കൂടുതൽ? നിങ്ങൾക്കിത് നാടനാണ്, താല്പര്യം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് പറയുന്നത് മുട്ടയുടെ ഉണ്ണി, മഞ്ഞക്കരു എന്ന് പറയുന്നത് തീ മഞ്ഞയാണ് നാടൻ കോഴിമുട്ടയുടെ. നമ്മൾ വാങ്ങുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുട്ടയുടെ ഉണ്ണി ഒരു ഇളമഞ്ഞയാണ്. ഇളമഞ്ഞയല്ല, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കളറാണ്. ചില അതിൻ്റെ പുറം കറുപ്പ് കളറിലിരിക്കും. എന്നുവെച്ചാൽ ഈ കോഴിക്ക് കൊടുക്കുന്ന കെമിക്കൽ എല്ലാം കൂടി ഈ മുട്ടയിൽ അടിഞ്ഞുകൂടുന്നത്. ആ മുട്ട കുഞ്ഞിന് കൊടുക്കുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് നമുക്ക് തന്നെ ദോഷമാണ്. ആ മുട്ട കഴിക്കാൻ കൊള്ളില്ല. കോഴി യോഗ ചെയ്യുന്ന കോഴിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ചിറകൊക്കെ വിടർത്തി പറന്ന് നടന്ന് പുല്ലെല്ലാം കൊത്തി തിന്ന്, കല്ല് കൊത്തി തിന്ന്, നല്ല ഭക്ഷണം പ്രകൃതിയിൽ നിന്ന് കഴിച്ചു വരുന്ന കോഴിയുടെ മുട്ടയ്ക്ക് ക്വാളിറ്റി ഉള്ളൂ. മഞ്ഞ നിറമായിരിക്കും, തീ മഞ്ഞായിരിക്കും. അതിന് ടേസ്റ്റും പ്രത്യേകമായിരിക്കും. കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് അത് വാട്ടി കൊടുത്താൽ ഇത്ര ആരോഗ്യം. അപ്പോൾ ആ ഒരു ആരോഗ്യ മേഖലയിൽ വരുന്ന മാറ്റം കോഴി വളർത്തലിലൂടെ എങ്ങനെ കൊണ്ടുവരാം. രണ്ടാമത്തെ കാര്യം, ആ കോഴിയുടെ കാഷ്ടം അത് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിച്ചാൽ എങ്ങനെ പച്ചക്കറി ഉണ്ടാക്കും. അപ്പോൾ കോഴി വളർത്തുന്നതിൻ്റെ കൂട്ടത്തിൽ മുട്ട കിട്ടും. മുട്ടയോടൊപ്പം തന്നെ കിട്ടുന്ന മറ്റൊന്നാണ് കോഴി കാഷ്ടം. അതിനേക്കാൾ വിലയുണ്ട്. അതിലൂടെ നമുക്ക് അപ്പോൾ ജൈവ കൃഷിയുടെ ആശയത്തെ വിപുലീകരിക്കുകയാണ്. അപ്പോൾ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം, ഈ ക്ഷീര കർഷകർ അതൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. അതിലും കാർഡ്സിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്, ഒന്ന് പറയാൻ പറ്റും? അത് വളരെ രസകരമായ കേസാണ്. 19 രൂപ വിലയുള്ളപ്പോഴാണ് ഞങ്ങൾ നാടൻ പാലിൻ്റെ വിപണനം ആരംഭിക്കുന്നത്. നാടൻ പാല് വിപണനം ആരംഭിച്ചത് തന്നെ ഒരു പശുവിനെ കൊണ്ടു നിർത്തി പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് കറന്നുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. അന്നത്തെ പല ജനപ്രതിനിധികളെ നമ്മൾ വിളിച്ചെങ്കിലും പശുവിനെ കറക്കാൻ അവരാരും തയ്യാറായില്ല.
പക്ഷേ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് ഫേഴ്സൺ പുള്ളി പറഞ്ഞു ഞാൻ കറക്കാം. ഏതായാലും അദ്ദേഹം വന്നു, മീഡിയ എല്ലാം വന്നു, വിഷ്വൽ മീഡിയ എല്ലാം വന്നു. അവർ വിഷ്വൽ മീഡിയ യഥാർത്ഥത്തിൽ വന്നത് ഈ പശുവിനെ കറക്കുമ്പോൾ തീർച്ചയായിട്ടും തൊഴിക്കുമ്പോൾ ഈ ജനപ്രതിനിധി മറിഞ്ഞു വീഴണ കാണാന്നുള്ള ഒരു സന്തോഷമാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം വളരെ പണിപ്പെട്ടാണ് ഒരു ഗ്ലാസ് പാല് കറന്നെടുത്തത്. അന്ന് ഞങ്ങൾ വില പ്രഖ്യാപിച്ചത് 19 രൂപ വിലയുള്ളപ്പോൾ നമ്മൾ 25 രൂപ വില പാലിന് പ്രഖ്യാപിച്ചു. 19 രൂപ ലിറ്റർ മിൽമ എടുക്കുമ്പോൾ നമ്മൾ 25 രൂപ കാർഡ്സ് എടുക്കും എന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൽ ഈ പാല് മുഴുവൻ എടുക്കാനൊന്നും കാർഡ്സിന് കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ ഈ പ്രഖ്യാപനം നമ്മുടെ മീഡിയ ചെയ്ത ഏറ്റവും വലിയ ഗുണം അതാണ്. ഇത് കേരളം മുഴുവൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വീടുകളിൽ പാല് വയ്ക്കുന്നവർ പറഞ്ഞു, കണ്ടില്ലേ പത്രത്തിൽ, കണ്ടില്ലേ ടി വിയിൽ. ഇപ്പോൾ 25 രൂപ പ്രചരണമായി. അതൊരു പ്രചരണമായി. 19 രൂപ ഇരുന്ന പാലിന് ഓട്ടോമാറ്റിക്കലി 25 രൂപ വരെ. അപ്പോൾ കർഷകർക്ക് തന്നെ സംശയമായിരുന്നു, സാറേ അങ്ങനെ വില കിട്ടുമോ? അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം, വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറന്ന് അത് പശുവിനെ കുളിപ്പിക്കണം, കറക്കണം, അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്ത് വെളുപ്പിന് 5 മണിക്ക് പാത്രത്തിലാക്കി ചായക്കടയിൽ കൊണ്ട് കൊടുത്ത് അതിനുശേഷം അതിൻ്റെ പൈസയ്ക്ക് വേണ്ടി പിന്നെ 6 പ്രാവശ്യം നടക്കേണ്ട ഒരു ഗതികേടാണ് പാൽ കർഷകന്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ്റെ മകൻ, ആ മകനായിരിക്കും സ്വാഭാവികമായിട്ട് ആ പാലിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് പോവുക. യഥാർത്ഥത്തിൽ അതിന് വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ആ പാല് കൊണ്ട് പോകുന്ന കുട്ടി മറ്റൊരു വീട്ടിൽ പാലിന് വേണ്ടി പാലുമായി ചെല്ലുമ്പോൾ നാളിതുവരെ അവനോട് കയറിയിരിക്കാനോ അല്ലെങ്കിൽ അവനൊരു സുഖമാണെന്ന് ചോദിക്കാൻ പോലും അവർ തയ്യാറായില്ല. എന്തിന് കൊടുത്ത പാൽക്കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ ആ പാൽക്കുപ്പി കഴുകി കൊടുക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് നമ്മൾ കേരള സമൂഹത്തിൽ ഇപ്പോഴും ഉള്ളത്. ഇത് ഈ കുട്ടിയിലുണ്ടാക്കുന്ന വലിയ ആന്തരിക സംഘർഷങ്ങളുണ്ട്. കാരണം എൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടുന്നു. എൻ്റെ ഒപ്പം പഠിക്കുന്ന ആ പാല് കൊടുക്കുന്ന വീട്ടിലെ കുട്ടി അവിടെ ഇരുന്ന് സുഖമായി പഠിക്കുന്നു. ഞാൻ പാല് വിതരണം ചെയ്ത് പഠനത്തിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ നിന്ന് വരുന്ന ആ ഒരു സമൂഹത്തോടുള്ള വൈരാഗ്യം അവനെ കൃഷിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് സത്യം. എന്നുള്ള എന്തുകൊണ്ട് പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആകെ തുകയായ ഒരു ഉത്തരം ഈ പാൽ കർഷകൻ്റെ മകൻ്റെ ആ ഉദാഹരണമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിൽ സൃഷ്ടിക്കപ്പെടുക. അപ്പോൾ പൊതു അംഗീകാരം, കൃഷിയിൽ നിന്ന് അവനെ വിലമതിക്കപ്പെടുന്ന ഒരാളായി പൊതുസമൂഹത്തെ കാണുന്ന ഒരു ദിവസമാണ് കാർഡ്സ് സ്വപ്നം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം കൊണ്ട് വരുന്നവനെ സ്വീകരിച്ച് അവനെ കയറ്റിയിരുത്തി അവന് ബ്രൂ കോഫി എങ്കിലും കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ അതിലേക്ക് വന്നിട്ടുണ്ട്. മാറണം അങ്ങനെ. റെഡി പേയ്മെൻ്റായി. ഇപ്പോൾ നമ്മൾ റെഡി പേയ്മെൻറ്റായി. നേരത്തെ പണമില്ലായിരുന്നു. ഇപ്പോൾ ലേലകേന്ദ്രം, ഗവൺമെൻറ്റാണ് ലേലകേന്ദ്രം ഇപ്പോൾ 7-ാം ദിവസം പൈസ കൊടുക്കും. ഇത് അപ്പം തന്നെ പൈസ കൊടുക്കണം, തൂക്കി അപ്പം തന്നെ പൈസ കൊടുക്കുന്നു. അത് കുറച്ചുകൂടി ഞങ്ങൾ മാറ്റം വരുത്തി ഇന്ന് 5 പഞ്ചായത്തുകളിലേക്ക് നാട്ടുചന്തകളാക്കി അതിനെ മാറ്റി. ആ നാട്ടുചന്തയിൽ രാവിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എടുക്കുന്ന 30ഓളം ഉൽപ്പന്നങ്ങളുടെ വിലയിടും. ആ വില അവൻ നോക്കിയിട്ട് ആ വില അവന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിലയാണെങ്കിൽ മാത്രം ഉൽപ്പന്നം കൊണ്ടുവന്നാൽ മതി. ആ കൊണ്ടുവരുന്ന ഉൽപ്പന്നം അപ്പോൾ തന്നെ 1 മണിക്കൂർ സമയമുള്ളൂ, ആ 1 മണിക്കൂറിൽ തൂക്കിയെടുക്കുന്നു. അപ്പോൾ തന്നെ പൈസ അതാത് പഞ്ചായത്തിൽ കൊടുക്കുന്നു. ആ ഉൽപ്പന്നം നമ്മൾ കയറ്റിക്കൊണ്ടുവരുന്നു. അത് വളരെ സക്സസ് ആയി. ഇപ്പോൾ കഴിഞ്ഞ 9 മാസം കൊണ്ട് ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മൾ എടുത്തു. ഈ മികച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാകാൻ മികച്ച രീതിയിലുള്ള വിത്തുകൾ ആവശ്യമുണ്ട്. അതെ. ഇപ്പം നാളികേരമാണെങ്കിലും വാഴയാണെങ്കിലും കപ്പയാണെങ്കിലും കപ്പയ്ക്ക് നല്ല തണ്ട് കൊടുക്കേണ്ടി വരും. കൊക്കോ, ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എങ്ങനെയാണ് ഈ കർഷകരെ സഹായിക്കുന്നത്? അതിന് വിത്ത് ബാങ്ക്, നാടൻ വിത്തുകൾ ശേഖരിക്കുന്ന ഒരു വിത്ത് ബാങ്ക്. നമ്മുടെ നാട്ടിൽ നാടൻ വിത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ മണ്ണ്, അതിൻ്റെ രോഗപ്രതിരോധ ശേഷി, ഇതെല്ലാം വളരെ കൂടുതലായിരിക്കും ഇവിടെയുള്ള വിത്തുകൾ. പുറത്തുനിന്ന് വരുന്ന വിത്തുകളെ സംബന്ധിച്ചുള്ള ഒരിക്കലും ഇത് നടക്കുകയില്ല. ഇപ്പോൾ തമിഴ്നാട് യൂണിവേഴ്സിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പല വിത്തുകളും കേരളത്തിലേക്ക് കൊടുക്കില്ല. അതിന് കാരണം അവിടെ ഉണ്ടാകുന്ന ഉൽപ്പാദന ശേഷി കേരളത്തിൽ വരില്ല. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ കപ്പളം അവർ നല്ല പപ്പയ അവരുടെ വിത്തുകളുണ്ട്, പക്ഷേ അവർ കേരളത്തിൽ വിതരണം ചെയ്യില്ല. ഇവിടെ വരുമ്പോൾ ആ പ്രൊഡക്ഷൻ കിട്ടില്ല. അപ്പോൾ അവർ പറയും അവരുടെ റിസർച്ച് തെറ്റാണ് എന്ന് പറയും. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ഇവിടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വളരുന്ന ഈ പ്രദേശത്തിന് അനുകൂലമായ ചെടികൾ, വിത്തുകൾ ഏത് എന്ന് കൃത്യമായി റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി ആ വിത്തുകൾ തന്നെയാണ് കർഷകർ കൊടുക്കേണ്ടത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വലിയ അപകടം, നമ്മുടെ നാടൻ തെങ്ങുകൾ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ടായിരുന്നു. ആ തെങ്ങിനെല്ലാം കാറ്റുവീഴ്ച രോഗവും വേര് ചെയ്യൽ രോഗം എല്ലാം വന്ന് തെങ്ങുകൾ കേടായി കഴിഞ്ഞപ്പോൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഏർപ്പെടുത്തിയ തന്ത്രം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ചെയ്ത കാര്യം നാടൻ തെങ്ങുകളെല്ലാം വെട്ടിക്കളയുക. അതിന് 500 രൂപ കൊടുക്കുന്നു. ഉടനെ അത് മേടിച്ചിട്ട് അവർ കൊടുക്കുന്ന തൈ നടുക. ആ തെങ്ങുകളൊന്നും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ന് മധ്യ കേരളത്തിൽ ഇന്ന് തേങ്ങ അരച്ചു കൂട്ടാനുള്ള കർഷക ഭവനങ്ങൾ ഇല്ലാതെയായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വലിയ അപകടം. അതുപോലെ തന്നെ തെങ്ങിൻ്റെ മാത്രമല്ല കമുകാണെങ്കിലും അതുപോലെ തന്നെ വാഴ ഇനങ്ങളാണെങ്കിലും എല്ലാം ഹൈബ്രിഡ് ഇനങ്ങളിലേക്ക് നമ്മളറിയാതെ ചൂട് മാറ്റി കഴിഞ്ഞപ്പോൾ നാടൻ ഇനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ കാച്ചിലിൻ്റെ തന്നെ 16 ഇനം കാച്ചിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇന്ന് ഇഞ്ചി കാച്ചിലൊക്കെ ഇന്ന് അപൂർവ സാധനമായിട്ട് മാറി. കേവലമായിട്ട് സാധാരണ വെള്ളക്കാച്ചിലും
നീലക്കാച്ചിൽ മാത്രമായിട്ട് അവശേഷിച്ചു. റൊട്ടിക്കാച്ചിൽ, അതുപോലെ തന്നെ വലിയ മാട്ടുകാച്ചിൽ, ഇങ്ങനെയുള്ള നിരവധി ഇനങ്ങളെല്ലാം അപ്രത്യക്ഷമായി. അപ്പോൾ ഈ പരമ്പരാഗത ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കാർഡ്സിൻ്റെ പ്രഖ്യാപിതമായ നയമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കുന്ന വിലയേക്കാൾ 10% വില കൂടുതൽ കൊടുക്കുക ഈ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ. ശരി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ 3 വിത്ത് കേന്ദ്രങ്ങളിലായിട്ട് ഇത് വളരെ നല്ല നിലയിൽ ഈ വിത്തുകളുടെ പ്രദർശനം വരുന്നുണ്ട്. കർഷകൻ്റെ വരുമാനം വളരെ കൂടുതലാണ്. അപ്പോൾ വിത്തുകളെ സംബന്ധിച്ച് അത്തരത്തിൽ കൃത്യമായ നയവും പരിപാടിയും. മത്സ്യകൃഷി രംഗത്ത് സജീവമായ ഇടപെടലുണ്ടായിട്ടല്ലോ കാർഡ്സിൻ്റെ. മത്സ്യകൃഷി രംഗത്ത് സജീവമായ ഇടപെടൽ ഞങ്ങൾ ആലോചിച്ചിരുന്നു. നമ്മുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തൊടുപുഴ ആറിൻ്റെ സാധ്യതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഒരു പേപ്പർ നമ്മൾ കൊടുത്തു. അവരത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അത് മുന്നോട്ട് പോയില്ല. തൊടുപുഴ ആറിൽ എല്ലാ സമയത്തും 6 ഉയരത്തിൽ വെള്ളമുണ്ട്. ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ആറിൻ്റെ ഇരുവശത്തുമുള്ള പ്ലെയിനായി കിടക്കുന്ന സ്ഥലങ്ങളിൽ JCB കൊണ്ട് വെറുതെ കുളം കുഴിച്ച് അവിടെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ വെള്ളം വരും. അതിൻ്റെ അകത്ത് മത്സ്യം വളർത്തി 6 മാസം കൊണ്ട് ആ മത്സ്യകൃഷി പൂർണ്ണതയിലെത്തുന്ന ഒരു പ്രൊജക്റ്റാണ് കൊടുത്തത്. അവർ വളരെ ഗൗരവമായി തന്നെ എടുത്തു. കാരണം അത് പ്രായോഗികമാണെന്ന് അവർ പറയുകയും ചെയ്തു. എന്നുവെച്ചാൽ വെള്ളപ്പൊക്കം കഴിഞ്ഞ്, അതായത് തുലാവർഷം കഴിഞ്ഞതിന് ശേഷം ശാന്തമായി നിൽക്കുന്ന സമയത്ത് ഈ ആറ്റിലെ വെള്ളത്തിൻ്റെ ലെവലിനേക്കാൾ 4 അടി താഴ്ത്തി JCB കൊണ്ട് വെറുതെ കുളം കുഴിച്ചാൽ മതി. അതിനകത്ത് മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ മഴക്കാലത്തിന് മുമ്പ് ഹാർവസ്റ്റിംഗ് നടക്കണം. അപ്പോൾ തൊടുപുഴ തൊട്ട് മൂവാറ്റുപുഴ വരെയുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ഒരു വശം, 20 കിലോമീറ്റർ മറുവശം, 40 കിലോമീറ്റർ ഏരിയയിൽ ആയിരക്കണക്കിന് ടൺ മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നൊരു പദ്ധതിയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷെ അത് പിന്നീട് അതിന് നേതൃത്വം കൊടുത്ത വൈസ് ചാൻസലർ മരിച്ചുപോയി. അദ്ദേഹം പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിച്ചുപോയി. പിന്നെ വന്ന ആൾക്കാരെ ടേക്കപ്പ് ചെയ്തില്ല. അപ്പോൾ അത് വളരെ സാധ്യതയുള്ളതാണ്, കളഞ്ഞിട്ടില്ല. ഇപ്പോൾ മനസ്സിലുണ്ട്, ഐഡിയ മനസ്സിലുണ്ട്. കാർഡ്സിൻ്റെ മനസ്സിൽ ഇപ്പോഴും അതുകൊണ്ട് മനസ്സിലെ ഐഡിയ ഇപ്പോഴും ഉണ്ട്. കാരണം ഒരു JCB കൊണ്ട് കുളം കുഴിച്ചാൽ പിന്നെ പടുതാക്കുളം പ്രായോഗികമല്ല. അല്ലല്ല. അപ്പോൾ പിന്നെ ഈ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് കൃത്രിമ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത് ശാശ്വതമല്ല. അപ്പോൾ ഇത് മണ്ണിക്കൂടെ തന്നെ അരിച്ചു വരുന്ന ഉറവ ജലത്തിൽ മത്സ്യം വളർന്നു വരികയും അത്യാവശ്യം തീറ്റിട്ട് കൊടുക്കുകയും അത് പ്രകൃതിയാ തന്നെയുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സ്. 25 വർഷമായി അങ്ങ് രംഗത്ത് സജീവമായിട്ടുണ്ട്. അതിൽ ഈ 25 വർഷത്തിനിടയിൽ അങ്ങേ മനസ്സിനെ സ്വാധീനിച്ച, മനസ്സിനെ മതിച്ച, മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ, അല്ലെങ്കിൽ മനസ്സിനെ സന്തോഷപ്പെടുത്തിയ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ആ ഒരു സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ പ്രേക്ഷകരുമായിട്ട് നമുക്ക് വയ്ക്കാമോ? അതിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത് പട്ടയക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നൊരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ആദ്യ കാലഘട്ടത്തിലാണ്. അവിടുന്ന് വെളുപ്പിനെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റ് ചേന, സ്വന്തം പറമ്പിലുണ്ടാകുന്ന ചേന പറിച്ച് അന്നത്തെ കണ്ടീഷനിൽ ഒരു വാൽമാക്രി എന്ന് പറയുന്ന ജീപ്പിൽ കെട്ടി തൊടുപുഴയിൽ കൊണ്ടുവന്നു. തൊടുപുഴയിൽ കൊണ്ടുവന്നതിന് ശേഷം അത് കാർഡ്സ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വെളുപ്പിനായാണ് നടന്നില്ല. ഉടനെ പബ്ലിക് മാർക്കറ്റിൽ പോയി അവരവിടുന്ന് ഓടിച്ചു. അവസാനം ഈ ലോറിക്കാരൻ, വണ്ടിക്കാരൻ ഇയാളെ ഭയങ്കരമായി ഫലസിച്ച് വണ്ടി ഒഴിവാക്കി കൊടുക്കണം. ഇയാൾ ആകെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചറിയാം. കൊച്ചിന് ഫീസ് കൊടുക്കണം എന്നുള്ള സമ്മർദ്ദം ഒരു വശത്ത്, മറുവശത്ത് വണ്ടി ഒഴിവാക്കി കൊടുക്കണം എന്നുള്ള വേറെ വശത്ത്, കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നം വേറെ വശത്ത്, ഒരുപക്ഷെ ചായ കുടിക്കാൻ പോലും അദ്ദേഹത്തിന് പണം ഉണ്ടായെന്ന് വരില്ല. ആ സാഹചര്യത്തിൽ ഞാൻ വന്നപ്പോഴേക്കും അയാൾ തിരിച്ച് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ ചേന ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. ഇറക്കി വെച്ച് അതിൻ്റെ പൈസ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ സാറിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചേന ഇറക്കി വയ്ക്കാനുള്ളൊരു അവസരം കാർഡ്സ് തന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതാണ് ഒരു കർഷകൻ്റെ സ്ഥിതി. അത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഏത് ഉൽപ്പന്നം കൊണ്ടുവന്നാലും ആ ഉൽപ്പന്നം അവനോട് മേടിച്ചു വെക്കാൻ അവൻ തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരാശയം അന്ന് മനസ്സിൽ. ആരും കൊണ്ടുവന്നാലും സ്വീകരിക്കുവാനൊരു മനസ്സ് കാഴ്ചയുണ്ട്. അപ്പോൾ ഒരു സ്വന്തം മകളുടെ വിദ്യാഭ്യാസത്തിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും കൂടെ കൂടി മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു ഉൽപ്പന്നം പറിച്ച് അത് വിപണനം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടമാണ്. ദയനീയമാണ്, ഹൃദയഭേദകമാണ്. ശുദ്ധജലത്തിന് വേണ്ടി, ശുദ്ധവായുവിന് വേണ്ടി, ശുദ്ധ ഭക്ഷണത്തിന് വേണ്ടി, ശുദ്ധമായ മണ്ണിന് വേണ്ടി കാർഡ്സ് എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ഈ ശ്രമം അത്യുജ്വലമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് BBC പരിപാടിക്ക് സഹകരിച്ച ശ്രീ ആൻ്റണി സാറിന് എല്ലാവിധ ഭാവങ്ങളും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.